എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ പത്രവിശേഷത്തിലേക്ക് വളരെ വിശദമായി തന്നെ നോക്കാം. ഞാൻ ഏറ്റവും ആദ്യത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നു മാധ്യമത്തിന്റെ ഒരു ക്രൂരതയെക്കുറിച്ച്, അല്ലെങ്കിൽ മാധ്യമത്തിന്റെ ഒരു തെമ്മാടിത്തത്തെക്കുറിച്ച്. അത് നിങ്ങൾ കണ്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഏതായാലും വിശദമായി ഇന്ന് എങ്ങനെയാണ് പത്രങ്ങളൊക്കെ വാർത്തകൾ കൊടുത്തിരിക്കുന്നു നോക്കാം. നമുക്കൊക്കെ അറിയാലോ, ഇന്നലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം എന്ന് പറയുന്നത് നമ്മുടെ കൃപേഷ് ശരത് ലാൽ, ആ രണ്ട് ചെറുപ്പക്കാരുടെ മരണം സംബന്ധിച്ച വാർത്തയായിരുന്നു. CBI കോടതി വിധി, 14 പ്രതികളെ കുറ്റക്കാർ എന്ന് വിധിച്ച സുപ്രധാനമായ വിധി. ഈ വാർത്തയെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ രാഷ്ട്രീയ കൊലപാതകങ്ങൾ കേരളത്തിലെ പുതുമയുള്ള കാര്യമൊന്നുമല്ല. പ്രത്യേകിച്ചും TP ചന്ദ്രശേഖരന്റെ കൊലപാതകവുമായി കൊലപാതക വാർത്ത നമ്മൾ ഉണ്ടാക്കിയ നടുക്കം ഏതാണ്ട് അതിന് സമാനമായ ഒരു അത്രയും ഹൃദയഭേദകമായ ഒരു അരുൺ കൊലയായിരുന്നു ഈ ശരത് ലാലിന്റെയും കൃപേഷിന്റെയും. 19 വയസ്സും 23 വയസ്സും പ്രായമുള്ള രണ്ട് യുവാക്കൾ. അവരെ ബൈക്കിൽ വരികയായിരുന്നു. അവരെ റോട്ടിലിട്ട് ഒരു സംഘം CPM-ന്റെ കാപാലികർ ചേർന്ന് വെട്ടി പച്ചമാംസം വെട്ടി, എന്താ പറയാ, നമുക്ക് പറയാൻ വാക്കുകളില്ല. ആ രീതിയിൽ ആ രണ്ട് ചെറുപ്പക്കാരെ കഴുത്തിന്റെ പിന്നിലും കാലും കൈയും തുരുതുര വെട്ടി കൊലപ്പെടുത്തുകയായിരുന്നു. ആ പ്രതികളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്, CPM-കാരായ പ്രതികളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കാട്ടിക്കൂട്ടിയ വേറെ തമ്മാടിത്തമായിരുന്നു അതിലേറെ നമ്മളെ ഞെട്ടിപ്പിക്കുന്ന കാര്യം. അതായത് CBI അന്വേഷിക്കണം എന്ന് പറയുന്ന ശരത് ലാലിന്റെയും കൃപേഷിന്റെയും കുടുംബാംഗങ്ങളുടെ അവര് ഹൈക്കോടതിയിൽ അപേക്ഷ നൽകി. ഹൈക്കോടതി ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണ റിപ്പോർട്ട് ഹൈക്കോടതി പരിശോധിച്ചപ്പോഴാണ് മനസ്സിലായത് നേരായ ദിശയിലല്ല അന്വേഷണം എന്ന് മനസ്സിലാവുന്നു. ശരത് ലാലിന്റെയും കൃപേഷിന്റെയും കുടുംബാംഗങ്ങളുടെ ഈ ആവശ്യം, CBI അന്വേഷിക്കണമെന്ന ആവശ്യം ശരിയാണ് എന്ന് തോന്നുന്നു. CBI അന്വേഷണത്തിന് ഹൈക്കോടതി ഉത്തരവിടുന്നു. അപ്പോൾ നമ്മുടെ പിണറായി സർക്കാർ ഈ CBI വേണ്ട, CBI വരരുത്. എന്തുകൊണ്ട് CBI വരരുത്? CBI വന്നു കഴിഞ്ഞാൽ നമ്മുടെ ആൾക്കാർ, സഖാക്കന്മാർ കുടുങ്ങും എന്ന് ഉത്തമ ബോധ്യമുള്ളത് കൊണ്ട് CBI വരരുത് എന്ന് പറഞ്ഞിട്ട് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ അടുത്ത് പോയി. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തള്ളിക്കളഞ്ഞു. ഹൈക്കോടതി സിംഗിൾ ബെഞ്ചും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചും CBI വരട്ടെ, CBI ആണ് അന്വേഷിക്കേണ്ടതെന്ന് പറയുന്നു. എന്നിട്ടും കലിയടങ്ങാതെ, അങ്ങനെ തന്നെ പറയാം, കലിയടങ്ങാതെ ഈ രണ്ട് ചെറുപ്പക്കാരെ വെട്ടിക്കൊന്നിട്ടും നമ്മുടെ സംസ്ഥാന സർക്കാർ, പിണറായി സർക്കാർ കോടികൾ ചെലവഴിച്ചുകൊണ്ട്, കോടികൾ എന്നല്ല പറയുന്നത്, ലക്ഷങ്ങൾ എന്ന് പറഞ്ഞാൽ പോരാ. കാരണം 1,14,00,000 രൂപയാണ് അത്രേ മൊത്തം ചെലവാക്കിയത്. നിങ്ങൾ മനസ്സിലാക്കണം, 1,14,00,000 രൂപ. ഇത് പിണറായി വിജയന്റെ തറവാട്ടിൽ നിന്ന് കൊണ്ടുവന്ന പൈസയല്ല. MV ഗോവിന്ദന്റെയും അല്ലെങ്കിൽ അത്തരത്തിലുള്ള നേതാക്കന്മാരുടെ ഒന്നും വീട്ടിൽ നിന്നും തറവാട്ടിൽ നിന്നും കൊണ്ടുപോകുന്നതല്ല ഈ 1,14,00,000 രൂപ എന്നാണ് മനസ്സിലാക്കേണ്ടത്. എന്റെയും നിങ്ങളുടെയും ഒക്കെ. ഇനി അതിനൊക്കെ അപ്പുറത്ത് ഈ അരുങ്കൊല ചെയ്യപ്പെട്ട ആ രണ്ട് ചെറുപ്പക്കാരുടെ കുടുംബാംഗങ്ങൾ പോലും നികുതിയായി കൊടുത്ത കാശിൽ നിന്ന് പണമെടുത്തിട്ടാണ് ഉളുപ്പില്ലാതെ പിണറായി വിജയൻ എന്ന് പറയുന്ന മന്ത്രി ചെയ്തത്. CBI വരരുത് എന്ന് പറയാൻ വേണ്ടിയിട്ട് സാധാരണ നമ്മുടെ ഇന്നലത്തെയും പത്രത്തിലൊക്കെ ഈ മനുഷ്യനെന്നൊന്നും ഇയാൾ വിളിച്ചുകൂടാ. ഭരണഘടനയുടെ മൂല്യങ്ങളെ കുറിച്ചാണ് പറയുന്നത് പിണറായി വിജയൻ. ഭരണഘടനയുടെ മൂല്യം, നമ്മുടെ രാഹുലും പ്രിയങ്കയും ഒക്കെ ഭരണഘടനയുടെ മിനിയേച്ചർ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഭരണഘടന എന്ന് മുദ്രാവാക്യം വിളിച്ചുകൊണ്ടിരിക്കുന്ന അപഹാസ്യമായ കാഴ്ച നമ്മൾ കണ്ട് മനമെടുത്തതാണ്. ഇന്ദിരാഗാന്ധി ഭരണഘടനയെ കൊല ചെയ്ത് നമ്മുടെയൊക്കെ പൗര സ്വാതന്ത്ര്യം അപകടപ്പെടുത്തിയ കാര്യമൊന്നും നമ്മൾ മറന്നിട്ടില്ല. എന്നിട്ടാണ് ആ മുത്തശ്ശി ചെയ്ത പാതകങ്ങളും മറന്നുകൊണ്ട് ആ പേരക്കുട്ടികൾ രാഹുലും പ്രിയങ്കയും ഒക്കെ ഈ ഞങ്ങളാണ് ഭരണഘടനയുടെ വക്താക്കൾ, ഞങ്ങളാണ് ഭരണഘടനയുടെ സംരക്ഷകർ എന്ന് ഉളുപ്പുമാനില്ലാതെ പറയുന്നതിനേക്കാൾ അങ്ങേപ്പുറത്ത് പിണറായി വിജയൻ പറയുന്നു ഭരണഘടന ഉയർത്തിപ്പിടിച്ചിട്ട് ഭരണഘടനാ മൂല്യങ്ങൾ സംരക്ഷിക്കും. അത് തകർക്കാൻ പോകുന്നത് BJP ആണത്രേ. ഈ മനുഷ്യരാണ് തകർത്തത്. പിണറായി വിജയനാണ് ഭരണഘടനാ മൂല്യങ്ങൾ തകർത്തത്. ഭരണഘടന നമുക്ക് ഉറപ്പുവരുന്നു. എന്താ ഉറപ്പുവരുന്നത്? നമ്മുടെയൊക്കെ സ്വത്തും നമ്മുടെയൊക്കെ ജീവനും സംരക്ഷിക്കാനുള്ള ബാധ്യത സർക്കാരിനാണ്. നമ്മുടെയൊക്കെ ജീവനും സ്വത്തും സംരക്ഷിക്കേണ്ട ബാധ്യതയുള്ള സർക്കാർ. കൃപേഷും ശരത് ലാലും കൊല ചെയ്യപ്പെട്ടിട്ട് അവർക്ക് വേണ്ടി വാദിക്കേണ്ട, അവരോടൊപ്പം നിൽക്കേണ്ട, കൊലപാതകികൾക്കെതിരെ പോരാടേണ്ട സർക്കാർ ചെയ്തത് എന്താണെന്നറിയോ? കൊലപാതകികളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അവരുടെ പണം എടുത്തിട്ട്
എന്താ പറയാ ഏറ്റവും മണിക്കൂറിന് ലക്ഷങ്ങളുടെ വിലയുള്ള വക്കീലന്മാരെ മുൻ സോളിസിറ്റർ ജനറലിനെ ഒക്കെ കൊണ്ടുവന്ന് അത്രയും പ്രഗത്ഭരായ വക്കീലന്മാരെ കൊണ്ടുവന്ന് സുപ്രീം കോടതി വരെ പോയി. എന്തിന്? CBI വരരുത്. CBI വന്നു കഴിഞ്ഞാൽ, കാരണം അങ്ങനെയാണല്ലോ, ഏതൊക്കെ കേസുകളിലാണോ സഖാക്കന്മാർ കുടുങ്ങാൻ പോകുന്നത്, സഖാക്കന്മാർ ശുദ്ധ തമ്മാടിത്തം കളിച്ച് സഖാക്കന്മാർ ഇവിടെ എല്ലാവിധ തോന്നിവാസങ്ങളും കളിച്ച് ഇവർ കുടുങ്ങും എന്നുള്ള കേസുകളിൽ ഒന്നും CBI വരരുത് എന്നാണ് പറയുക. ചില കേസുകളിലൊക്കെ CBIക്ക് പെട്ടെന്ന് അനുമതി കൊടുക്കും. കാരണം അതിന് വലിയ പ്രശ്നമൊന്നുമില്ലാത്ത കേസുകളിൽ, അത്ര വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത കേസുകളൊക്കെ CBI അന്വേഷിച്ചോട്ടെ, പ്രശ്നമൊന്നുമില്ല. പക്ഷേ നമ്മൾ കൊടുക്കുന്ന, നമ്മുടെ ആൾക്കാർ കൊടുക്കുന്ന കേസുകളിലൊന്നും CBI വരാൻ പാടില്ല. അങ്ങനെയായിരുന്നു കൃപേഷിന്റെയും ശരത്ലാലിന്റെയും മരണം സംബന്ധിച്ച് ക്രൈംബ്രാഞ്ചിന്റെ റിപ്പോർട്ടൊക്കെ ഹൈക്കോടതി എടുത്ത് വലിച്ചെറിയാ ചെയ്തത്, ഈ അന്വേഷണ റിപ്പോർട്ട്. കാരണം ആ റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനമായിട്ട് ആയുധങ്ങളും മുറിവുകളും തമ്മിൽ, ആ മൃതശരീരത്തിലേറ്റ മുറിവുകളും അതിനുപയോഗിച്ച് പോലീസ് കണ്ടെത്തിയ ആയുധങ്ങളും തമ്മിൽ ഒരു ബന്ധവുമില്ല. അത്തരം ആയുധം കൊണ്ട് ഒരു തരത്തിലും ഈ മുറിവുണ്ടാക്കാൻ പറ്റില്ല. അങ്ങനെയായിരുന്നു പോലീസ് അതിന്റെ എന്താ പറയാ അവരുടെ അന്വേഷണ റിപ്പോർട്ട് തയ്യാറാക്കി കൊടുത്തത്. അതൊക്കെ കോടതിയിൽ എത്തിക്കഴിഞ്ഞാൽ ഈ പ്രതികൾ മുഴുവൻ രക്ഷപ്പെട്ടു പോകുമായിരുന്നു. അപ്പോഴാണ് CBI വരുന്നതും CBI അന്വേഷിക്കുന്നതും 14 പ്രതികൾ കുറ്റക്കാരാണ് എന്ന് വിധിക്കപ്പെടുന്നതും. ഗൂഢാലോചന കുറ്റം തെളിയിക്കാൻ കഴിഞ്ഞില്ല. പോട്ടെ, ഗൂഢാലോചന കുറ്റം നമ്മുടെ TP ചന്ദ്രശേഖരന്റെ വധത്തിൽ പോലും ഗൂഢാലോചന തെളിയിക്കാൻ കഴിഞ്ഞില്ല. കാരണം ഗൂഢാലോചന തെളിയിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഗൂഢാലോചന തെളിയിക്കാൻ വേണ്ടി കഴിഞ്ഞില്ല, ഇതിലും ഗൂഢാലോചന തെളിയിക്കാൻ വേണ്ടി കഴിഞ്ഞില്ല. പക്ഷേ CPMന്റെ മുൻ MLA KV കുഞ്ഞിരാമൻ ഉൾപ്പെടെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാര്, എന്താ പറയാ ഏരിയ കമ്മിറ്റി സെക്രട്ടറിമാര്, ലോക്കൽ കമ്മിറ്റി അംഗങ്ങള്, അങ്ങനെ CPMന്റെ ഏറ്റവും പ്രമുഖരായ നേതാക്കന്മാരും പ്രവർത്തകരും ഉൾപ്പെട്ട കൊലയാളി സംഘം അവരെ കുറ്റക്കാരെന്ന് കോടതി വിധിച്ചു എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത്. ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല. ഏതായാലും ഈ വാർത്ത എങ്ങനെയാണ് ഇന്നത്തെ പത്രങ്ങൾ, ഏറ്റവും പ്രധാനപ്പെട്ട 5 പത്രങ്ങൾ, മലയാള മനോരമയും മാതൃഭൂമിയും മാധ്യമത്തിന്റെ കാര്യം ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, എങ്കിലും മലയാള മനോരമ, മാതൃഭൂമി, മാധ്യമം, കേരള കൗമുദി, ദേശാഭിമാനി, ഈ 5 പത്രങ്ങൾ എങ്ങനെയാണ് ഈ വാർത്ത കൈകാര്യം ചെയ്തത് എന്ന് നമുക്കൊരൊറ്റ നോട്ടത്തിൽ നോക്കാം. ആദ്യം ഇന്നത്തെ മലയാള മനോരമയുടെ 1-ാം പേജ് അല്ല, 1-ാം പേജ് ജാക്കറ്റ് പേജ്. ഞാൻ നേരത്തെ മറ്റേ വീഡിയോയിൽ പറഞ്ഞ പോലെ പരസ്യ പേജാണ്. അത് മാറ്റി കഴിഞ്ഞാൽ ഉള്ളിലെ ഈ പേജാണ് മലയാള മനോരമയുടെ 1-ാം പേജ് എന്ന് പറയുന്നത്. മലയാള മനോരമ എനിക്ക് തോന്നുന്നു ഇന്നിറങ്ങിയ പത്രങ്ങളിൽ വെച്ച് ഏറ്റവും വിശദമായി തന്നെ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തത്. അതിന്റെ ഓരോ കണികയും വളരെ സൂക്ഷ്മമായി വായനക്കാരന്റെ ഹൃദയത്തിലേക്ക് എത്തിക്കുന്ന രീതിയിൽ, വളരെ കൃത്യമായി, വളരെ ആസൂത്രണം ചെയ്തുകൊണ്ട്, വളരെ പ്രൊഫഷണലായി ഈ വാർത്ത കൈകാര്യം ചെയ്തത് മലയാള മനോരമ തന്നെയാണ്. മലയാള മനോരമയുടെ തലക്കെട്ട് കണ്ടില്ലേ? ഇവർ കൊന്നതാണ്. ഇതാ 2, 4, 6, 8, 10 പ്രതികളുടെ നേരിട്ട് കൊലപാതകത്തിന് 10 പ്രതികൾക്കെതിരെ കൊലക്കുറ്റം ചുമത്തപ്പെട്ട 10 പ്രതികളുടെ പടങ്ങൾ വെച്ചുകൊണ്ട് അതിന് താഴെ ഇതാ 4 പടങ്ങൾ മറ്റു കുറ്റങ്ങൾ ചെയ്തവർ, കൊലപാതകത്തിന് കൂട്ടുനിന്നുകൊണ്ട് മറ്റു കുറ്റകൃത്യങ്ങൾ ചെയ്ത 4 പേർ, അങ്ങനെ മൊത്തം 14 പേർ. 10 പേര് നേരിട്ട് കൊലപാതകം നടത്തുകയും 4 പേര് അതിനനുബന്ധമായ കാര്യങ്ങൾ ചെയ്യുകയും ചെയ്ത 14 പേരുടെ പടങ്ങൾ കൊടുത്തുകൊണ്ട് ഇവർ കൊന്നതാണ് ആ 2 ചെറുപ്പക്കാരെ, കൃപേഷിനെയും ശരത്ലാലിനെയും. ഞാൻ നേരത്തെ സോഷ്യൽ മീഡിയയിൽ കണ്ടു ഈ പറഞ്ഞ 2 ചെറുപ്പക്കാർ ഭയങ്കര ഗുണ്ടകളായിരുന്നു, ഇവർ വളരെ അക്രമികളായിരുന്നു എന്നൊക്കെ. യഥാർത്ഥത്തിൽ പലപ്പോഴും ഇത് എന്താണ് ഇതിലേക്ക് നയിച്ച കാര്യം, എങ്ങനെയാണ് സഖാക്കൾക്ക് ഈ 2 ചെറുപ്പക്കാരെ കൊല്ലണമെന്ന് എങ്ങനെ തോന്നി? വെറുതെ ഒരു ദിവസം രാവിലെ എണീറ്റും കണ്ടേ നമുക്കിന്ന് ഏതായാലും 2 ചെറുപ്പക്കാരെ കൊല്ലണമല്ലോ, അങ്ങനെ ഒരു കഥയുണ്ടായിരുന്നു കേട്ടോ. ആ കഥയുടെ പേര് ഞാൻ ഓർമ്മിക്കുന്നില്ല. നമ്മുടെ CV ബാലകൃഷ്ണന്റെ ഏറ്റവും പ്രശസ്തമായ കഥയുണ്ട് കേട്ടോ. ആ കഥയിൽ പറയുന്നത്, ഒരു ദിവസം രാവിലെ എഴുന്നേറ്റും കണ്ട് ഒരു കൂട്ടം ആൾക്കാർ പറയാണ്, നമുക്ക് ഇന്ന് ആരെയാണ് കൊല്ലേണ്ടത്, ഇന്ന് നമുക്ക് ആരെ കൊല്ലണം എന്ന് പറഞ്ഞിട്ട് ഇവർ കൊല്ലാൻ വേണ്ടി പോവുകയാണ്. അപ്പൊ ഇവര് നേരത്തെ തന്നെ പറയുന്നു, നമുക്ക് ഇന്ന ഒരാളെ കൊല്ലാം. അങ്ങനെ അവർ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ആ ആളെ അന്വേഷിച്ച് കൊല്ലാൻ വേണ്ടി പോവുകയാണല്ലോ, ആളെ ഇന്ന് കൊല്ലണം. അയാളെ വീട്ടിൽ ചെന്ന് അന്വേഷിച്ചപ്പോൾ അയാളില്ല, അയാൾ പുറത്തുപോയി. അപ്പൊ അവർ നിരാശരായി തിരിച്ചു വരികയാണ്. അപ്പൊ കൂട്ടത്തിലുള്ള 2 ആൾക്കാർ പറയാണ്, നമുക്കെന്നാ അയാളുടെ ചെറിയൊരു മകൻ അവിടെ ഇരുന്ന് കണ്ട് എന്തോ 4-5 വയസ്സ് പ്രായമുള്ള ഒരു ചെറിയ ആൺകുട്ടി അവിടെ ഇരുന്ന് എന്തോ ഒരു പുസ്തകം വായിക്കുന്നുണ്ട്. അപ്പൊ കൂട്ടത്തിലുള്ള ഒരാൾ പറയാണ്, നമുക്കെന്നാ അവനെ തട്ടിയാലോ. ഇത്രയും ക്രൂരമാണ് മലയാളി മനസ്സ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ കൊല്ലണം എതിർ രാഷ്ട്രീയ ആദർശമുള്ളവരെ. എന്നിട്ട് പറയും, നമ്മൾ വളരെ ആദർശശാലികളാണ്, നമ്മളെ ആദർശം കൊണ്ടാണ്, അല്ലെങ്കിൽ
എന്താ പറയാ എതിർപക്ഷത്തെ നമ്മൾ അങ്ങനെ കായികമായി ആക്രമിക്കാൻ പാടില്ല, അവരുടെ ആദർശങ്ങളെയാണ് നമ്മൾ എതിർക്കേണ്ടതെന്നൊക്കെ പറയാറുണ്ട്. വെറുതെ പറയുകയാണ്. കാരണം ഈ സഖാക്കന്മാര് ഒരുപക്ഷെ കേരളം എന്താ പറയാ, കേരളം ദൈവത്തിന്റെ സ്വന്തം നാട്, കേരളം ഇത്രയും പുരോഗമിച്ച സ്ഥലം എന്നൊക്കെ പറയുകയാണെങ്കിൽ ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടന്ന സംസ്ഥാനമാണ് കേരളം. അതിലേക്ക് കടക്കുന്നില്ല. ഏതായാലും ഈ ശരത് ലാലിനെയും കൃപേഷിനെയും അതിക്രൂരമായി കൊലപ്പെടുത്തിയിട്ട് ഇപ്പോഴും ഒരു പശ്ചാത്താപവും ഇല്ലാതെ അതിനെ ന്യായീകരിക്കുന്ന ആൾക്കാർ. ഇന്നലെയൊക്കെ നമ്മുടെ ചർച്ചകളിലൊക്കെ വന്നിരുന്നിട്ടേ, ഞാൻ ഇന്നലെ 2-3 രാഷ്ട്രീയ ചർച്ചകൾ കണ്ടു. ഒന്ന് നമ്മുടെ മാതൃഭൂമിയിലെ മാധു നയിച്ച ഒരു രാഷ്ട്രീയ ചർച്ചയുണ്ട്. വസീഫായിരുന്നു അതിന് സഖാക്കന്മാരെ ന്യായീകരിക്കാൻ വേണ്ടി ചെയ്തത്. വസീഫിന് ചിരിയായിരുന്നു. പൗഡറൊക്കെ ഇട്ട് വന്ന് നല്ല കുട്ടപ്പനായിരുന്നു കണ്ട് വസീഫ് ചിരിക്കുകയാണ്. എന്നിട്ട് അങ്ങേപ്പുറത്തിരുന്നത് നമ്മുടെ യൂത്ത് കോൺഗ്രസിന്റെ നേതാവ്, അദ്ദേഹം പറയുന്നു കൊലച്ചിരിയാണ് ചിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും കണ്ടാൽ അറിയാം ഇയാൾ ചിരിക്കുന്നത് കൊലച്ചിരിയാണ് എന്ന് പറഞ്ഞാൽ ഈ 2 ചെറുപ്പക്കാരെ കൊന്നു കഴിഞ്ഞിട്ട് നമ്മുടെ കൂട്ടത്തിലുള്ള ഈ പറയുന്ന സഖാക്കളെ മുഴുവൻ കുറ്റക്കാരാണെന്ന് വിധിച്ചിട്ട് ഒരു എളുപ്പമാനില്ല, ഇയാൾ വന്ന് ന്യായീകരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഈ CPM-ന്റെ അടിത്തറ തോണ്ടുന്നത്, ശവപ്പെട്ടിയിൽ ആണിയടിക്കുന്നത് ഈ മാതിരി ചർച്ചകളിൽ വന്നിരുന്നും കണ്ട് ന്യായീകരിക്കുന്ന ഈ ന്യായീകരണ തൊഴിലാളികളെയാണ്. അങ്ങനെ കുറെ എണ്ണം ഉണ്ട്. അനിൽകുമാറിനെ പോലെ, അല്ലെങ്കിൽ ഈ പറയുന്ന വസീഫിനെ പോലെ, റഹീമിനെ പോലെ കുറെ ജീവികളുണ്ട്. ഇങ്ങനെ വന്നിരുന്നിട്ട് ചെയ്തതിന് ന്യായീകരിക്കും. തെറ്റുപറ്റും, മനുഷ്യർക്ക് തെറ്റുപറ്റിയാൽ അല്ലെങ്കിൽ വൈകാരികമായ ചിലപ്പോൾ ഇത്തരത്തിലുള്ള ആക്രമണങ്ങളൊക്കെ നടന്നു കഴിഞ്ഞാൽ അതൊക്കെ പറഞ്ഞു നിൽക്കാം, അതൊക്കെ തെറ്റുപറ്റി എന്നൊക്കെ പറയും. ഇതൊന്നും ഒരു തെറ്റും പറ്റില്ല, അതൊക്കെ ചെയ്യേണ്ടതാണ് എന്നുള്ള രീതിയിലാണ് ഇവർ പറയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത് ഈ 2 ചെറുപ്പക്കാർ ഭയങ്കര അവിടെ പ്രശ്നം സൃഷ്ടിക്കുന്നവരായിരുന്നു എന്നൊക്കെ ആയിരുന്നു ഈ സോഷ്യൽ മീഡിയയിൽ നമ്മുടെ പോരാളി ഷാജിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ വന്ന ഒരു സാധനം വാങ്ങിയാൽ നമ്മൾ കിടുങ്ങിപ്പോകും. അതായത് ലോകത്തിലെ ഏറ്റവും വലിയ ക്രൂരന്മാരായിരുന്നു ഈ 2 മരണപ്പെട്ട ഈ 2 യുവാക്കൾ എന്നാണ് പോരാളി ഷാജി പറയുന്നത്. യഥാർത്ഥത്തിൽ അവിടെ നടന്നത് ഒരു കോളേജില് KSU പ്രവർത്തകരെ SFI മർദ്ദിക്കുന്നു. ഇത് അവിടെ മാത്രമല്ല, മിക്കവാറും കോളേജുകളിലൊക്കെ KSU എന്ന് പറയുന്നത് നമുക്കറിയാലോ. പഴയ പോലെ KSU-കാര് കോളേജിലൊന്നും അത്ര ശക്തരൊന്നുമില്ല. പാവങ്ങള് KSU-കാരെ ഈ കിട്ടുന്നിടത്ത് വെച്ചുകൊണ്ട് KSU-കാരെ മുഴുവനും SFI-കാർ മർദ്ദിക്കുന്നൊരവസ്ഥ. അങ്ങനെ മർദ്ദിച്ചു കഴിഞ്ഞ KSI-കാരെ മർദ്ദിച്ചു കഴിഞ്ഞപ്പോൾ ഇത് സംബന്ധിച്ച് ഇതിനെ ചോദിക്കാനോ അല്ലെങ്കിൽ ഈ SFI-കാരോട് തർക്കിക്കാനോ ഒക്കെ ബസ് സ്റ്റാൻഡിൽ വെച്ച് ഈ എന്താ പറയാ ശരത് ലാലും കൃപേഷും ഒക്കെ ഉൾപ്പെടെയുള്ള യൂത്ത് കോൺഗ്രസുകാരുടെ ഒരു സംഘം ഇവരുമായി തർക്കിച്ചത്രേ. ഇത് വളരെ സ്വാഭാവികമാണ്. ഈ SFI-യും KSU-യും തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ SFI-കാർ KSU-കാരെ മർദ്ദിച്ചു കഴിഞ്ഞപ്പോൾ ആ SFI-കാരോട് ഇവർ തട്ടിക്കയറിയപ്പോഴാണ് നമ്മുടെ പീതാംബരൻ ഉൾപ്പെടെയുള്ള അവിടുത്തെ ഈ കൊലക്കേസിലെ കൊലപാതകിയായ ഈ ഒന്നാം പ്രതിയായ ഈ പീതാംബരൻ ഉൾപ്പെടെയുള്ള സഖാക്കൾ വന്നിട്ട് ഇവരെ കായികമായി നേരിടുകയായിരുന്നു ഈ പറയുന്ന ശരത് ലാലിനെയും കൃപേഷിനെയൊക്കെ. എന്നിട്ട് ഇവര് പോയി കണ്ട്, അങ്ങനെയാണല്ലോ ഈ കായികമായി അങ്ങോട്ടേക്ക് ആക്രമിച്ചു കഴിഞ്ഞാൽ പോയി കണ്ട് ആശുപത്രിയിൽ ചെന്നും കണ്ട് മർദ്ദിച്ചു എന്ന് പറഞ്ഞ ഈ ശരത് ലാൽ മർദ്ദിച്ചു എന്നും പറഞ്ഞു കണ്ടാണ് ഇയാൾ ആശുപത്രിയിൽ പോയി കണ്ട് ശരത് ലാലിനെതിരെ കേസാകുന്നത്. അങ്ങനെയാണ് ഒരു ക്രിമിനൽ കേസിൽ ശരത് ലാൽ പ്രതിയാകുന്നത്. പക്ഷെ ഈ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളൊക്കെ വരുന്നത് പറഞ്ഞാൽ ഇയാള് മഹാഗുണ്ടയാണ്, ശരത് ലാൽ ഗുണ്ടയാണെന്നുള്ള രീതിയിലായിരുന്നു. ഈ ശരത് ലാൽ എന്ന് പറയുന്നത് അവിടുത്തെ യുവാക്കളോട്, അവിടെ പെരിയയിൽ നമ്മൾ പോയി അന്വേഷിച്ചാൽ അറിയാം, അവിടുത്തെ കലാ സാംസ്കാരിക പ്രവർത്തനങ്ങളിൽ സജീവമായ ചെറുപ്പക്കാരനായിരുന്നു. നല്ല എന്താ പറയാ തായമ്പക ചെണ്ട വിദഗ്ധനായിരുന്നു. അതേപോലെ തന്നെ നല്ല ഫുട്ബോൾ പ്ലെയർ ആയിരുന്നു. അങ്ങനെയൊക്കെയുള്ള അവിടെ നാട്ടിലെ ചെറുപ്പക്കാരുടെ ഒക്കെ ഒരു ആവേശമായിരുന്ന രണ്ട് യുവാക്കളായിരുന്നു ശരത് ലാലും കൃപേഷും. അപ്പോൾ ഈ ചെറുപ്പക്കാർ വളർന്നു വന്നാൽ ഭാവിയിൽ പാർട്ടിക്ക് ദോഷകരമായിരിക്കും. ഇവരുടെ തന്റേടം, ഇവരുടെ ചുറുചുറുക്ക്, എതിർക്കാനുള്ള ഇവരുടെ ആ ചോരത്തിളപ്പ്, ഇതൊന്നും സഹകൾക്ക് സഹിച്ചില്ല. അവർ ഗൂഢാലോചന നടത്തി ഇവരെ കൊന്നണം. സി വി ബാലകൃഷ്ണന്റെ കഥയിൽ നേരത്തെ പറഞ്ഞ പോലെ. എന്നാ നമുക്ക് ഈ രണ്ടു കൂട്ടരെയാണ്ട് തീർത്താടാം. കാരണം പാർട്ടി നമ്മുടെ കൂടെ ഉണ്ടല്ലോ, പാർട്ടിയുണ്ട്. ഏത് പ്രഗത്ഭരായ അഭിഭാഷകരെയും കൊണ്ടുവരാം, ഒരു പ്രശ്നവുമില്ല. കാരണം നികുതിപ്പണം ഉണ്ടല്ലോ. പിണറായി സഖാവ് നമ്മുടെ കൂടെയല്ലേ, അതുകൊണ്ട് സർക്കാർ നമ്മുടെ കൂടെയല്ലേ. പ്രത്യേകിച്ച് രണ്ടാമതും ഭരണം കിട്ടിക്കഴിഞ്ഞു, നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം, എന്ത് തോന്നിവാസം വേണമെങ്കിലും ചെയ്യാം. നമ്മളെ രക്ഷിക്കാൻ ഇവിടെ വക്കീലന്മാരുണ്ട്, കോടതിയുണ്ട്, പോലീസുണ്ട്. ഈ ഒരു ദാർഢ്യത്തിന്റെ പുറത്താണ് കൊലപാതകം നടത്തത്. അവസാനമാണ് ഈ കുടുംബം
ഹൈക്കോടതിയിൽ പോയി CBI അന്വേഷണത്തിന് ആവശ്യപ്പെട്ടു. അങ്ങനെ ഹൈക്കോടതി CBI അന്വേഷണത്തിന് ഉത്തരവിട്ടു. അങ്ങനെയാണ് ഡിവിഷൻ ബെഞ്ചില് സർക്കാർ പോയത്. CBI അന്വേഷണം വേണ്ട, പാടില്ല, CBI അന്വേഷണത്തിന് അനുമതി കൊടുക്കരുത് എന്ന് പറഞ്ഞു, ഓടിപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് സുപ്രീം കോടതി പോയി, സുപ്രീം കോടതി അവിടുന്ന് ഓടിപ്പിച്ചു പിണറായി സർക്കാരിനെ. അവസാനമാണ് ഇന്നലെ ഇവര് 14 പേര് കുറ്റക്കാരാണ് എന്ന് പറഞ്ഞ വിധിയുണ്ടായത്. 3-ാം തീയതിയാണ്. എന്താണ് ഇവർക്കെതിരെയുള്ള ശിക്ഷാവിധി 3-ാം തീയതിയാണ് പ്രഖ്യാപിക്കുക. ഏതായാലും അത് സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എങ്ങനെയാണ് പത്രങ്ങൾ കൊടുത്തത്, അതാണ് നമ്മൾ നോക്കിയത്. മലയാള മനോരമയിൽ കൊടുത്തത് ഇവർ കൊന്നതാണ് എന്ന് പറഞ്ഞിട്ട് അതിനുശേഷമുള്ള ഒരു ഫോട്ടോയുണ്ട്. വളരെ നമ്മുടെ ഹൃദയം നുറുങ്ങിപ്പോകുന്ന ആ 2 യുവാക്കളുടെ അമ്മമാര്, മക്കൾ നഷ്ടപ്പെട്ട അമ്മമാരുടെ വേദന പിണറായി മനസ്സിലാക്കണം. പിണറായിയുടെ മോൾക്കെതിരെ, നിങ്ങളെ ഓർമ്മയുണ്ടോന്ന് അറിയില്ല, പിണറായിയുടെ മോൾക്കെതിരെ, വീണാ വിജയനെതിരെ വെറും ആരോപണമല്ല, പൂർണ്ണമായ തെളിവുകളോടെ മറ്റേ ഇൻകം ടാക്സ് ഇൻജറിയും റിപ്പോർട്ടില് 1.25 കോടി രൂപ മാസപ്പണി വാങ്ങി എന്ന് പറയുന്ന വളരെ പ്രത്യക്ഷത്തിലുള്ള തെളിവുകളോടെ ഒരു അർദ്ധ ജുഡീഷ്യൽ ബോഡിയുടെ റിപ്പോർട്ടിലുള്ള കാര്യം നിയമസഭയിൽ നമ്മുടെ മാത്യു കുഴൽനാടൻ പിണറായിയുടെ മുഖത്ത് നോക്കി വിരൽ ചൂണ്ടിക്കൊണ്ട് നിങ്ങളുടെ മകൾ 1.25 കോടി രൂപ ഈ CMRL നിന്ന് മാസപ്പടി വാങ്ങിയില്ലേ എന്ന് ചോദിച്ചപ്പോൾ പിണറായി എന്താ പറയാ രോഷാകുലനായി കണ്ണുരുട്ടി മറ്റേ മാത്യു കുഴൽനാടനെ നേരെ ചാടുന്ന ആക്രോശിക്കുന്ന ആ വീഡിയോ ഇപ്പോഴും സോഷ്യൽ മീഡിയയിലുണ്ട്. വീട്ടിലിരിക്കുന്നവരെ പറ്റി നിങ്ങൾ മിണ്ടിപ്പോകരുത്, വീട്ടിലിരിക്കുന്നവരെ പറ്റി മിണ്ടിപ്പോകരുത്. പിണറായി വിജയൻ നൊന്തു വീണയെ കുറിച്ച് പറഞ്ഞപ്പോൾ. സ്വന്തം മോളെ കുറിച്ച്, സ്വന്തം മോള് ചെയ്ത ഈ വീണ തമ്മാടിത്തരം ചെയ്തു എന്നല്ല നമ്മൾ പറയില്ല. കാരണം CMRL വീണക്ക് കാശ് കൊടുത്തത് വീണ എന്തെങ്കിലും സേവനം ചെയ്തുകൊണ്ടല്ല. കാരണം പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിക്ക് ഉള്ള പാരിതോഷികം, മുഖ്യമന്ത്രിക്കുള്ള പാരിതോഷികം, മുഖ്യമന്ത്രിക്ക് വേറെ പാരിതോഷികം കൊടുത്തിട്ടുണ്ട്. അതിനു പുറമെ മുഖ്യമന്ത്രിയുടെ മോൾക്ക് കൂടി പാരിതോഷികം കൊടുക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ട്? CMRL കമ്പനി നടത്തുന്ന പാരിസ്ഥിതികമായ അതിക്രമങ്ങൾ, അല്ലെങ്കിൽ ഇവർ നടത്തുന്ന പരിസര മലിനീകരണം, ഇതിനെതിരെ കേസെടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട്, ഇവർക്ക് ഇവരുടെ എല്ലാവിധ അതിക്രമങ്ങളും ഈ പരിസ്ഥിതിയോട് ചെയ്യാനുള്ള ലൈസൻസ് കിട്ടാൻ വേണ്ടിയിട്ട് ഈ 1.25 കോടി മകൾക്ക് കൊടുത്ത ആ സംഭവം മാത്യു കുഴൽനാടൻ പറഞ്ഞപ്പോൾ മാത്യു കുഴൽനാടനെതിരെ കുരച്ചു ചാടിയ മുഖ്യമന്ത്രി പിണറായി വിജയൻ മകളെ കുറിച്ച് പറഞ്ഞപ്പോൾ വീട്ടിലിരിക്കുന്നവരെ കുറിച്ച് മിണ്ടിപ്പോകരുതെന്ന് ആക്രോശിച്ച പിണറായി വിജയൻ ഈ 2 അമ്മമാരുടെ 19 വയസ്സ് 23 വയസ്സുള്ള 2 ആൺമക്കളെ വെട്ടി നുറുക്കി കൊന്നിട്ട്, ഇതൊക്കെ CPM-നെ സംബന്ധിച്ചോളം നിങ്ങളുടെ ശവപ്പെട്ടിയിലെ ആണികളാണ് എന്ന് സഖാക്കൾ മനസ്സിലാക്കണം. വടകര നിങ്ങളുടെ സ്വന്തം സ്ഥലമായിരുന്നല്ലോ. വടകരയിലെ ഏത് പുൽക്കൊടിയെ നിർത്തിയാലും ജയിക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. TP ചന്ദ്രശേഖരന്റെ പദത്തോടെ അത് മാറി. ഇപ്പൊ അവിടെ നിങ്ങൾക്ക് നെല്ലം തൊടാൻ പറ്റില്ല. വടകര പാർലമെന്റ് മണ്ഡലം നഷ്ടപ്പെട്ടു. അതേപോലെയായിരുന്നു കാസർഗോഡ് മണ്ഡലം. കാസർഗോഡ് കോട്ടയായിരുന്നു സഖാക്കളുടെ. എന്ത് പറ്റി? ഉണ്ണിത്താൻ കഴിഞ്ഞ 2 പ്രാവശ്യമായിട്ട് പുഷ്പം പോലെ ജയിക്കുന്നു. ഉണ്ണിത്താന്റെ എന്താ പറയാ മിടുക്കുകൊണ്ടോ അല്ലെങ്കിൽ ഉണ്ണിത്താന്റെ താരപരിവേഷം കൊണ്ടൊന്നുമല്ല. നിങ്ങളുടെ സഖാക്കന്മാർ, നല്ല മാനം മര്യാദയായ കമ്മ്യൂണിസത്തെ സ്നേഹിക്കുന്ന, നിങ്ങളുടെ തോന്നിവാസത്തെ എതിർക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരാണ് പോയി ഉണ്ണിത്താൻ വോട്ട് ചെയ്യുന്നത്, നിങ്ങളെ തോൽപ്പിക്കുന്നത്. അതാണ് സംഭവിക്കാൻ പോകുന്നത് വരും കാലഘട്ടത്തിൽ. ഏതായാലും ആ വാർത്ത വളരെ വിശദമായി മലയാള മനോരമ കൊടുത്തിരിക്കുന്നു. ഇവർ കൊന്നതാണ്. കൊലപാതകികളുടെ ഈ 10 കൊലപാതകികളുടെ ഫോട്ടോ സഹിതം കൊടുത്തിരിക്കുന്നു. ശിക്ഷ വെള്ളിയാഴ്ച. 10 പേർക്കെതിരെ കൊലക്കുറ്റം. 24 പ്രതികളിൽ 10 പേരെ CBI കോടതി വിട്ടയച്ചു. മൊത്തം 24 പ്രതികളായിരുന്നു ഉണ്ടായിരുന്നത്. നേരത്തെ 14 പ്രതികളെ ക്രൈംബ്രാഞ്ച് പ്രതികളാക്കിയ 14 പേര്. അത് കഴിഞ്ഞിട്ട് CBI വന്ന ശേഷം 10 പേരെ കൂടി ചേർത്തു. അങ്ങനെ മൊത്തം 24 പ്രതികളായിരുന്നു. 24 പ്രതികളിൽ 10 പ്രതികളെ വിട്ടയച്ചു. ബാക്കി 14 പ്രതികൾക്കാണ് കുറ്റം ചുമത്തിയത്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, CPM മുൻ ലോക്കൽ സെക്രട്ടറി, മുൻ ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ എന്നിവരും കുറ്റക്കാർ. ഇന്നത്തെ മനോരമ ലേഖകൻ എഴുതുന്നു, കാസർഗോഡ് ജില്ലയിലെ പെരിയയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ കൃപേഷ് ശരത് ലാൽ എന്നിവരെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ വിചാരണ നേരിട്ട 24 പ്രതികളിൽ CPM മുൻ MLA KV കുഞ്ഞിരാമൻ ഉൾപ്പെടെ 14 പേർ കുറ്റക്കാരെന്ന് CBI കോടതി വിധിച്ചു. ഇവർക്കുള്ള ശിക്ഷ ജനുവരി 3-ന് പ്രഖ്യാപിക്കും. അത് കഴിഞ്ഞിട്ട് വാർത്തകൾ ഇങ്ങനെ പോകുന്നു. ഞാൻ വിശദമായി വാർത്ത വായിക്കുന്നില്ല, കാരണം എല്ലാവരും അറിഞ്ഞ കാര്യങ്ങളാണ്. അപ്പൊ പത്രം എങ്ങനെയാണ് കൊടുത്തത്, മലയാള മനോരമ എങ്ങനെയാണ് ആ വാർത്ത കൊടുത്തത്? അത് കഴിഞ്ഞിട്ട് CPM 1 കോടി രൂപ തിരിച്ചടയ്ക്കണം. VD സതീശൻ പറയാണ്, ആ 1 കോടി രൂപ നിങ്ങൾ ഈ പ്രതികളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്,
പ്രതികളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഖജനാവിൽ നിന്ന് എടുത്തു കൊടുത്ത 1 കോടി രൂപ 1,13 ലക്ഷം രൂപ നിങ്ങൾ തിരിച്ചടയ്ക്കണം. പിണറായി വിജയൻ തിരിച്ചടയ്ക്കണം. എന്നിട്ട് ഇറങ്ങിപ്പോയാൽ മതി ഈ കസേരയിൽ നിന്ന്. യഥാർത്ഥത്തിൽ പിണറായി വിജയൻ രാജിവെച്ച് പോവുകയാണ് വേണ്ടത്. കെ രമ പറഞ്ഞിട്ടുണ്ട്. കെ രമ പറഞ്ഞിരുന്നു, ഉളുപ്പുണ്ടെങ്കിൽ പിണറായി വിജയൻ ഇറങ്ങിപ്പോകണം ഈ ഒരു കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ. പക്ഷെ ഇറങ്ങിപ്പോവില്ല. കാരണം അതില്ലല്ലോ. പിന്നിൽ ആല് മുളച്ചാലും, പിന്നിലെന്നൊന്നും പറയേണ്ട, ആസനത്തിൽ ആല് മുളച്ചാലും അത് തണല് എന്ന് പറഞ്ഞിട്ട് ആ തണലിലിരിക്കുകയാണ് പിണറായിയും ഗോവിന്ദനും ബാക്കിയുള്ളവരും. അധികം പറയുന്നില്ല. മേൽക്കോടതികൾ സമീപിക്കും. മറ്റൊരു വിദൂഷക കഥാപാത്രം ഇ പി ജയരാജൻ പറയുകയാണ്, ഇ.പി. ജയരാജന് CBI കോടതി എന്ന് കാറില്ല. ഇതൊക്കെ ചെറിയ കോടതി. നമ്മുടെ മറ്റേ സിനിമയിൽ പറഞ്ഞതൊക്കെ ഏത് ചെറിയ മെയ്ദീനെ ചെറിയ സ്പാനർ എടുത്തോ എന്നൊക്കെ പറഞ്ഞ മാതിരി ഇതൊക്കെ ചെറിയത്. ഇ.പി. പറയാണ് ഇതൊക്കെ ചെറിയത്. മേലെ വലിയ കോടതി ഉണ്ട്, ഞങ്ങൾ അവിടെ പോകും. അവിടെ പോയി കേസ് വാദിക്കാനും ഞങ്ങൾ നിന്റെ ഒക്കെ പോക്കറ്റിൽ നിന്ന് പണം എടുക്കും. അങ്ങനെ തന്നെയാ പറയുന്നത്. നിന്റെ ഒക്കെ എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഞങ്ങൾ കൊന്ന് കൊല വിളിച്ച കൃപേഷിന്റെയും ശരത് ലാലിന്റെയും വീട്ടുകാരുടെ പൈസ എടുത്തിട്ട് ഞങ്ങൾ കേസിന് പോകും. ഞങ്ങൾ കൊലയാളികളുടെ കൂടെയാണ്. ഞങ്ങൾ കൊല്ലും, ഇനിയും കൊല്ലും. കൊന്നവരെ മുഴുവൻ സംരക്ഷിക്കും. അതാണല്ലോ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ടി.പി. ചന്ദ്രശേഖരന്റെ പ്രതികളെ കല്യാണം നടത്തിക്കൊടുത്തു, നൂലുവെടുത്ത് നടത്തിക്കൊടുത്തു, അവർക്ക് എല്ലാവിധ സഹായങ്ങളും ചെയ്തു കൊടുത്തു. ഇപ്പോഴിതാ ഇവിടെ ഈ മുഖ്യപ്രതിയായ 1-ാം പ്രതിയായ പീതാംബരന്റെ വീട്ടുകാർക്ക് പണം കൊടുക്കുന്നു. പീതാംബരന്റെ വീട്ടുകാർക്ക് ജോലി കൊടുക്കുന്നു. പീതാംബരന്റെ ഭാര്യയും മകളും പറഞ്ഞ ബൈറ്റ്സ് ഒക്കെ സോഷ്യൽ മീഡിയയിലുണ്ട്, വേണം പോയി കാണണം. ആ പെൺകുട്ടി പറയുന്നുണ്ട്, ഞങ്ങളുടെ അച്ഛൻ പാർട്ടി പറയാതെ ഇങ്ങനെ ചെയ്യില്ല എന്ന് പറയുന്നുണ്ട്. പാർട്ടി പറയാതെ ഇങ്ങനെ ചെയ്യില്ല എന്ന് പറഞ്ഞാൽ പാർട്ടി പറഞ്ഞാൽ എന്തും ചെയ്യും എന്നർത്ഥം. അങ്ങനെ കുറെ സഖാക്കൾ ഉണ്ടല്ലോ, പാർട്ടി പറഞ്ഞാൽ പോയി കൊല്ല് എന്ന് പറഞ്ഞാൽ പോയി കൊന്നിട്ട് വരുന്ന കുറെ എണ്ണം ഇപ്പോഴിവിടെ ഉണ്ട്. ഈ ഒരു 15-ാം പ്രതി കോടതിയിൽ നിന്ന് നിലവിളിക്കുന്ന നമ്മൾ കേട്ടു, എന്നെ കൊന്നു തരണേ, വധശിക്ഷ വിധിച്ചു തരണേ, ഇങ്ങനെ ജീവിച്ചുകൂടെ എന്നൊക്കെ പറയുന്ന ഈ മനുഷ്യൻ. നേതാക്കന്മാരുടെ മക്കളൊക്കെ ഇവിടെ കുറെ നേതാക്കന്മാരുടെ മക്കൾ മാസപ്പടി വാങ്ങി സുഖിക്കുന്നു. വേറെ കുറെ നേതാക്കന്മാരുടെ മക്കള് വലിയ ഉദ്യോഗങ്ങളും കോർപ്പറേറ്റ് കമ്പനികളുടെ തലവന്മാരൊക്കെ മാറുന്നു. സാധാരണക്കാരുടെ മക്കളെയാണ് ഇവർ ഇത്തരത്തിലുള്ള കൊലപാതകത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ഏതായാലും അങ്ങനെ മലയാള മനോരമയുടെ 1-ാം പേജിൽ മാത്രം നോക്കിയാൽ വരാം. മലയാള മനോരമയുടെ ഉള്ളില് ഇതിലെ ഈ പടമാണ്. ഈ പടത്തെ കുറിച്ചായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞു തുടങ്ങിയത്. കോടതി വിധിക്ക് ശേഷം പെരിയ കല്യോട്ടെ സ്മൃതി മണ്ഡപത്തിൽ ശരത് ലാലിന്റെ അമ്മ ലതയും കൃപേഷിന്റെ അമ്മ ബാലാമണിയും പുഷ്പാർച്ചന നടത്തുന്നു. ആ പടമാണിത്. മക്കളുടെ സ്മൃതി മണ്ഡപത്തിൽ ഈ രണ്ടമ്മമാര് അവരുടെ മുഖം കാണണം. പിണറായി വിജയനൊക്കെ അത് കണ്ട് മനുഷ്യത്വം എന്നുള്ളത് മനസ്സിലുണ്ടെങ്കിലല്ലേ ഇത്തരം മുഖങ്ങളൊക്കെ കാണുമ്പോൾ മനസ്സിനൊരു വിങ്ങലുണ്ടാവുള്ളൂ. രാക്ഷസ ജന്മങ്ങൾക്ക് ഇതൊന്നും ഉണ്ടാവില്ലല്ലോ. ഇതിന്റെ ഉള്ളിൽ മനോരമയുടെ സെൻട്രൽ സ്പ്രെഡ് ആയിട്ട് ഇതിന്റെ അങ്ങേപ്പുറം കൊടുക്കാനില്ല. കാരണം ഈ ഒരു പേജ് മൊത്തം വായിച്ചു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ എന്തൊക്കെയാണ് സംഭവിച്ചെന്നുള്ളതിന്റെ മൊത്തം കാര്യങ്ങളുണ്ട്. CBI വന്നു, CPM വെട്ടിലായി, അത് കഴിഞ്ഞ് പെരിയ ഇരട്ടക്കൊലപാതകം, ക്രൈം സീൻ, എങ്ങനെയൊക്കെയാണ് ബസ് സ്റ്റാൻഡിൽ വെച്ചിട്ട് KSU SFI തമ്മിലുള്ള തർക്കം മുതൽ ഇങ്ങോട്ടേക്ക് വെട്ടി വീഴ്ത്തുന്നവരെയുള്ള ചിത്രം സഹിതം എങ്ങനെയൊക്കെയായിരുന്നു ആ പാവം രണ്ട് ചെറുപ്പക്കാരെ വെട്ടി വീഴ്ത്തിയത് എന്ന് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വളരെ വിശദമായി, അത് കഴിഞ്ഞിട്ട് എങ്ങനെയൊക്കെയായിരുന്നു പ്രതികളെ രക്ഷപ്പെടുത്തുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് തന്നെ ചിത്രസഹിതം വിവരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് കുടുംബത്തിന്റെ കൈപിടിച്ച് കോൺഗ്രസ് പണി പലതും പയറ്റിയിട്ടും സർക്കാരിന് കനത്ത പ്രകാരം പണി പലതും പയറ്റി ഈ പ്രതികളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് CBI വരരുത് എന്ന് പറഞ്ഞു. CBI വന്നു കഴിഞ്ഞു. അവസാനം CBI വന്നു കഴിഞ്ഞിട്ട് ഇവർക്ക് എന്താ പറയാ, നേരത്തെ ക്രൈംബ്രാഞ്ച് അന്വേഷണ റിപ്പോർട്ട് ഉണ്ടല്ലോ, അവര് ശേഖരിച്ച തെളിവുകളും അവരുടെ ഈ കേസ് ഫയൽ കൈമാറിയില്ല. അതാണ് ഏറ്റവും വലിയ രസം. CBI വന്നിട്ടും കോടതി 3, 4, 5 പ്രാവശ്യം താക്കീത് നൽകിയിട്ട് ഒടുവിലാണ് കേസ് ഫയൽ കൊടുക്കുന്നത്. അത് 6-7 മാസം താമസിപ്പിച്ചു കേസ് ഫയൽ കൈമാറാതെ എന്ന് പറഞ്ഞാൽ അത്രയും ധാർഷ്ട്യം. അത് കഴിഞ്ഞിട്ട് KV കുഞ്ഞിരാമനൊക്കെ ചെയ്തത് എന്താണെന്നറിയോ? KV കുഞ്ഞിരാമൻ ഈ പ്രതികളെ മുഴുവനും പോലീസ് കസ്റ്റഡിയിൽ നിന്ന് പിടിച്ചുകൊണ്ട് വന്നു. അതായത് കൊലപാതകികളെ പോലീസ് പിടിച്ചിട്ട് കൊലപാതകികളെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറക്കിക്കൊണ്ടുവന്നു.
ഈ മുൻ MLA KV കുഞ്ഞിരാമൻ. അതാണ് KV കുഞ്ഞിരാമൻ ചെയ്ത കുറ്റം. അത് ക്രൈംബ്രാഞ്ച് KV കുഞ്ഞിരാമനെ പ്രതിയാക്കിയില്ല. അങ്ങനെ ഒരു കാര്യമേ ക്രൈംബ്രാഞ്ച് കണ്ണടച്ചു അതിന്റെ നേരത്തെ. കാരണം മുൻ MLA, ഞങ്ങളുടെ MLA എങ്ങനെയാണ് ഞങ്ങൾ പ്രതിയാക്കുക? അല്ലെങ്കിൽ ഞങ്ങളുടെ MLAക്ക് അതിനൊക്കെ അവകാശമുണ്ട്. പോലീസ് സ്റ്റേഷൻ ഞങ്ങൾ പിടിച്ചുകൊണ്ട് വരും, ഞങ്ങൾ കൊല്ലും, പോലീസ് പിടിച്ചാൽ ഞങ്ങൾ ഇറക്കിക്കൊണ്ടുവരും. ഞങ്ങൾ വിചാരിക്കും ഞങ്ങളെ കോടതി, ഞങ്ങളുടെ പാർട്ടി കോടതി ഉണ്ടല്ലോ, പണ്ട് മറ്റേ മരിച്ചവരെ പറ്റി ഒന്നും പറയാൻ പാടില്ല, അതുകൊണ്ട് പറയുന്നില്ല. വനിതാ കമ്മീഷന്റെ മുൻ അധ്യക്ഷ പോട്ടെ. അപ്പൊ അങ്ങനെ അവസാനം ഇവരുടെ വക്കീലിനെ പോലും അതുണ്ടായിരുന്നു. അങ്ങനെ ഒരു വേറെ കഥാപാത്രം ഉണ്ടായിരുന്നു, ശ്രീധരൻ വക്കീല്. ഈ കൃപേഷനും ശരത് ലാലിനും വേണ്ടി കേസ് വാദിച്ച വക്കീലിനെ വരെ അവര് വില കൊടുത്ത് അവരുടെ പക്ഷത്തേക്ക് മാറ്റിയെടുത്തു. അങ്ങനെ പഠിച്ച പണി 18 നോക്കിയിട്ടും രക്ഷയുണ്ടായില്ല. ഈ സഖാക്കന്മാർ മുഴുവൻ കുടുങ്ങി. വെട്ടിയെരിഞ്ഞു ഈ വീടുകളുടെ താളം. ഇതാ വെട്ടിയെരിഞ്ഞു. കൃപേഷിന്റെ അച്ഛനെയൊന്നും കണ്ടൂടാ. അണയാതെ അതായത് കൃപേഷ് ഫുട്ബോൾ കളിക്കാരനായിരുന്നു. ആ ബൂട്ട്സ് മാറോടടക്കി പിടിച്ചുകൊണ്ട് ചെണ്ടക്കോലുകൾ കയ്യിലേന്തിക്കൊണ്ടുള്ള ആ പിതാവിന്റെ മുഖം, കൃപേഷിന്റെ അച്ഛനും അമ്മയും. ശരത് ലാലിന്റെ സഹോദരിയാണ് ഈ വെട്ടേറ്റ് മരിച്ചെല്ലാം മരണത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സഹോദരനെ ആദ്യമായി കാണുന്നത് ആ വഴിയില്. അത്തരം കാര്യങ്ങൾ മുഴുവനും വളരെ വിശദമായി തന്നെ പെരിയ ക്രൂരത എന്നുള്ള രീതിയിലാണ് മലയാള മനോരമ ഇത് അവതരിപ്പിച്ചത്. അതോടെ നിൽക്കട്ടെ, ഞാൻ മറ്റ് പത്രങ്ങളിലേക്ക് കിടക്കാം. മലയാള മനോരമ അങ്ങനെ ചെയ്തു. മാതൃഭൂമി തെറ്റു പറഞ്ഞുവിടാ. മാതൃഭൂമി വളരെ ഒരു സൗന്ദര്യാത്മകമായ രീതിയിൽ, സൗന്ദര്യാത്മകം എന്ന് പറയുന്നത് തെറ്റാണ്. കാരണം ഇത് ഈ ഒരു ഭീകരതയുടെ സൗന്ദര്യമല്ല, അതിനൊരു പ്രൊഫഷണലിസത്തിൽ അങ്ങനെ നമുക്ക് പറയാം. തെളിഞ്ഞു സത്യം എന്നാണ്. അതിന്റെ ആ തെളിയൽ തന്നെ ഒരു മഞ്ഞയിൽ നിന്ന് ചുവപ്പിലേക്കും അത് കഴിഞ്ഞ് ആ വെള്ളയിലേക്കുമായ ആ ഒരു മാതൃഭൂമിയുടെ, ഞാൻ നേരത്തെ തന്നെ പല തവണ പറഞ്ഞിട്ടുണ്ട്, മാതൃഭൂമിയുടെ തലക്കെട്ട്, 1-ാം പേജിലെ തലക്കെട്ടുകൾ ഇടുന്നതിലുള്ള മാതൃഭൂമിയുടെ ഒരു പ്രത്യേക അതിന്റെ ഒരു പ്രസന്നത. പെരിയ ഇരട്ടക്കൊല തെളിഞ്ഞു സത്യം ആ തലക്കെട്ടിൽ തന്നെയുണ്ട്. ആ സത്യം തെളിയിക്കുന്നതിന്റെ ഒരു മാന്ത്രികത. ഈ പറയുന്ന ശരത് ലാലിന്റെയും കൃപേഷിന്റെയും അമ്മമാര് നിലവിളക്ക് കൊളുത്തുന്ന ഇവരുടെ പടത്തിനു മുമ്പിൽ, ശരത് ലാലിന്റെയും കൃപേഷ് ലാലിന്റെയും പടത്തിനു മുന്നിൽ ദീപം തെളിയിക്കുന്ന ഒരു പടമാണ് കേട്ടോ. കാസർഗോഡ് കല്യോട്ടെ വീട്ടിൽ ശനിയാഴ്ച സന്ധ്യക്ക് കൃപേഷിന്റെയും ശരത് ലാലിന്റെയും ഛായാചിത്രത്തിന് മുന്നിൽ അമ്മമാരായ ബാലാമണിയും ലതയും വിളക്ക് തെളിയിച്ചപ്പോൾ, ആരാണ്? രാംനാഥ് പൈയുടെ ഫോട്ടോ ആണ്. അതിൽ CPM മുൻ MLA ഉൾപ്പെടെ 14 പ്രതികൾ കുറ്റക്കാർ എന്ന് പറഞ്ഞിട്ടാണ് വാർത്ത കൊടുത്തത്. ഈ 14 പ്രതികളുടെയും ചിത്രം വളരെ കൃത്യമായി കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയാണ് മാതൃഭൂമി കൊടുത്തത്. മാതൃഭൂമിയുടെ ഉള്ളിലും ഈ വാർത്ത വളരെ വിശദമായി തന്നെ കണ്ടു. യെസ്, അതിൽ പറയുന്നു, പെരിയ നേതാക്കളും പ്രവർത്തകരും കുറ്റക്കാർ ഉലഞ്ഞ് CPM, ലോക്കൽ പോലീസ് മുതൽ CBI വരെ. അങ്ങനെ CBIയെ തടയാൻ സർക്കാർ ചെലവിട്ടത് 90.92 ലക്ഷം രൂപ. കേരളാവധി അങ്ങനെയല്ല പറയുന്നത്, 1 കോടി എന്ന് പറയുന്നുണ്ട്. അതാണ് ശരി. കാരണം നിയമസഭയിൽ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞതാണ്, ഞങ്ങളുടെ ആൾക്കാരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഈ 1.25 കോടി രൂപ ചെലവാക്കിയെന്ന്. ഒരുപാട് അനുഭവിച്ചു, വധശിക്ഷ തന്നെ തരണമെന്ന് പ്രതി പറയുന്ന കാര്യം അത് ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പൊ ഇതാണ് മാതൃഭൂമിയുടെ 1-ാം പേജ് എന്ന് പറയുന്നത്. അങ്ങനെ മലയാള മനോരമ, മാതൃഭൂമി, ഇതാ കേരളകൗമുദി പറയുന്നു, പെരിയ ഇരട്ടക്കൊല കേസ് CPM നേതാക്കളടക്കം 14 പേർ കുറ്റക്കാർ എന്നൊക്കെ കേരളകൗമുദി ആ രീതിയിൽ തന്നെ പറയുന്നു. ഈ ഒരു പടമുണ്ട്, ശരത് ലാലിന്റെയും കൃപേഷിന്റെയും അമ്മമാര് സ്മൃതി മണ്ഡലത്തിൽ പുഷ്പാർച്ച നടത്തുന്ന ചിത്രം കേരളകൗമുദി കൊടുത്തിട്ടുണ്ട്. കേരളകൗമുദിയുടെ ഈ ക്യാപ്ഷനെ കുറിച്ചൊക്കെ പറയേണ്ടത് അത് ഞാൻ അടുത്ത പ്രാവശ്യം പറയും, ഇതിന്റെ കൂടെ ഞാൻ പറയുന്നില്ല. കേരളകൗമുദി ചെയ്ത കുറെ വിഡ്ഢിത്തങ്ങളുണ്ട്. വിഡ്ഢിത്തങ്ങൾ മാത്രമല്ല, തോന്നിവാസങ്ങൾ, അതിനെക്കുറിച്ച് അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം. ഓക്കെ, അപ്പം കേരളകൗമുദി ഈ രീതിയിൽ തന്നെ 1-ാം പേജിലെ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇനി മാധ്യമം, ഞാൻ നേരത്തെ 1-ാമത്തെ വീഡിയോയിൽ മാധ്യമത്തിന്റെ തോന്നിവാസം പറഞ്ഞിരുന്നല്ലോ. ഈ നമ്മുടെ കുഞ്ചാക്കോ ബോബനെയും ചാക്കോച്ചനെയും പൃഥ്വിരാജിനെയും ഒരാളെ കൊന്നു, മറ്റേ കൊലപാതകിയുമാക്കി. ഏതായാലും കിടക്കട്ടെ. ഏതായാലും 14 പ്രതികൾ കുറ്റക്കാർ എന്ന് പറയുന്ന വാർത്താ മാധ്യമം കൊടുത്തിട്ടുണ്ട്. ഉള്ളിലെ പേജിലുണ്ട് മാധ്യമത്തിന്റെ, അതിലേക്ക് കടക്കാം. നമ്മൾ ദേശാഭിമാനി എങ്ങനെയാണ് ഈ വാർത്ത കൊടുത്തത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. ഈ ഒരു വീഡിയോയുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. അതായത് നമ്മുടെ സ്വന്തം പത്രം ദേശാഭിമാനി എങ്ങനെയാണ് ഈ വാർത്ത കൊടുത്തത് നോക്കുക. ഇതാണ് ദേശാഭിമാനിയുടെ ഇന്നത്തെ 1-ാം പേജ്. കണ്ടില്ലേ? മേലത്തെ ജീവനൊടുക്കി DCC ട്രഷററും മകനും. അതാണ് ദേശാഭിമാനിയുടെ മെയിൻ സ്റ്റോറിയാണ്. ജീവനൊടുക്കി DCC ട്രഷററും മകനും കോഴ വാങ്ങി കൊന്നു.
ശരത് ലാലിനെയും കൃപേഷിനെയും കൊന്നൊടുക്കിയ അരുങ്കൊല ചെയ്ത സഖാക്കൾ ഇന്നത്തെ അവരുടെ പത്രത്തിന്റെ മെയിൻ സ്റ്റോറി എന്ന് പറയുന്നത് കോഴ വാങ്ങി കൊന്നു ആരെ ജീവനൊടുക്കി DCC ട്രഷററും മകനും. നിങ്ങൾ ആലോചിക്കേണ്ടത് DCC ട്രഷററും മകനും ജീവനൊടുക്കി എന്നുള്ള വാർത്ത ഇന്നലെ നടന്ന വാർത്തയല്ല. ഇത് അതിനും 2 ദിവസം മുമ്പ് നടന്ന പഴയ ഒരു വാർത്തയുടെ തലക്കെട്ടിട്ടിട്ട് ഇതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഞങ്ങൾ കൊന്ന ആ കൊലപാതക വാർത്ത മൂടി വെക്കാൻ വേണ്ടിയിട്ട് എന്താ പറയാ, കോൺഗ്രസുകാർ പ്രതികളായ, അല്ലെങ്കിൽ പ്രതികളൊന്നും ആയിട്ടില്ലല്ലോ, കോൺഗ്രസുകാർക്ക് നേരെ ഒരു ആരോപണം ഉയരുന്ന ആ ഒരു സംഭവം, ഒരു DCC പ്രസിഡന്റും മകനും ആത്മഹത്യ ചെയ്തു എന്നുള്ള വാർത്ത ഇന്ന് എടുത്തിട്ട് അലക്കുകയാണ് മേലെ. ഈ ഒരു ദേശാഭിമാനിയുടെ വിചാരം ഈ വായനക്കാർ മുഴുവനും ഈ അന്തംകമ്മികളാണ് മുഴുവൻ ആൾക്കാർ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എന്ത് തോന്നിവാസം എഴുതിയാലും അത് വിശ്വസിക്കുന്ന ആൾക്കാർ എന്ന് നോക്കിയാട്ടെ. ജീവനൊടുക്കി DCC ട്രഷററും മകനും. ഈ വാർത്ത ഞാൻ ഇന്നലത്തെ ദേശാഭിമാനിയിൽ കാണിച്ചു തരാം. ഇതാണ് 28-ാം തീയതി ഇന്നലത്തെ ദേശാഭിമാനിയാണ്. ഇന്നലത്തെ ദേശാഭിമാനിക്ക് ഇപ്പൊ ഫുൾ പേജ് പരസ്യമുണ്ട്, കാരണം ഭരിക്കുന്ന പാർട്ടിയല്ലേ. താജിന്റെ പരസ്യം 1-ാം പേജിൽ, ജാക്കറ്റ് പോട്ടെ. ഇതില് ഇന്നലത്തെ ദേശാഭിമാനിയിൽ ചരമ പേജിൽ, ഇന്നലത്തെ ദേശാഭിമാനിയുടെ ചരമ പേജാണ് ഇത്. ദേശാഭിമാനിയുടെ ചരമ പേജില് ആത്മഹത്യക്ക് ശ്രമിച്ച, കാണുന്നില്ലേ, ആത്മഹത്യക്ക് ശ്രമിച്ച കോൺഗ്രസ് നേതാവും മകനും മരിച്ചു. ആത്മഹത്യക്ക് ശ്രമിച്ച കോൺഗ്രസ് നേതാവും മകനും മരിച്ചു. രണ്ടുപേരുടെ പടങ്ങളുണ്ട്. ആരാണ്? വിജയനും രാജേഷും. അതിൽ പറയുന്നു, കോഴ ആരോപണത്തെ തുടർന്ന് വിഷം കഴിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ച കോൺഗ്രസ് നേതാവും മകനും മരിച്ചു. വയനാട് DCC ട്രഷറർ മണിച്ചിറക്കൽ വീട്ടിൽ NM വിജയൻ 78 വയസ്സ്, മകൻ രാജേഷ് 38 വയസ്സ് എന്നിവരാണ് മരിച്ചത്. ബത്തേരിയിൽ കോൺഗ്രസ് ഭരണത്തിലുണ്ടായിരുന്ന സഹകരണ സ്ഥാപനങ്ങളിൽ നിയമനവുമായി ബന്ധപ്പെട്ട് നേതാക്കളിൽ ചിലർ ഉദ്യോഗാർത്ഥികളിൽ നിന്ന് ലക്ഷങ്ങൾ കോഴ വാങ്ങിയതായി ആരോപണം ഉണ്ടായിരുന്നു. കോഴ നൽകിയിട്ടും ജോലി കിട്ടാതായതോടെ ചിലർ പണം തിരിച്ചു കിട്ടാനായി DCC ട്രഷററായ NM വിജയനെയും മറ്റ് നേതാക്കളെയും കണ്ട് പരാതി പറഞ്ഞിരുന്നു. ഇതിനിടെയാണ് വിജയനും മകനും ആത്മഹത്യക്ക് ശ്രമിച്ചത്. ചൊവ്വാഴ്ച രാത്രി 9 മണിയോടെയാണ് NM വിജയനെയും ജിജേഷിനെയും വിഷമകത്ത് ചെന്ന് ഗുരുതരാവസ്ഥയിൽ വീടിനകത്ത് കണ്ടെത്തിയത്. ഇരുവരും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. വെള്ളിയാഴ്ച വൈകിട്ട് 5-നാണ് ജിജേഷ് മരിച്ചത്. രാത്രി 9:30-യോടെ വിജയനും മരിച്ചു. ബത്തേരി പഞ്ചായത്ത് മുൻ പ്രസിഡന്റ്, DCC മുൻ സെക്രട്ടറി എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. പരേതയായ സുമയാണ് വിജയന്റെ ഭാര്യ. മറ്റൊരു മകൻ വിജേഷ്. എന്ന് പറഞ്ഞാൽ ഇന്നലത്തെ പത്രത്തിൽ ചരമ പേജിൽ വന്ന ഈ വാർത്തയിൽ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെ ഒന്ന് ആലോചിക്കണം. ഇന്ന് ദേശാഭിമാനി മെയിൻ സ്റ്റോറിയെ കൊടുത്തിരിക്കുന്നു. എന്തിന്? കൃപേഷ് ലാലിന്റെയും ശരത് ലാലിന്റെയും കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഈ പറഞ്ഞ നമ്മുടെ കാസർഗോഡ് മുൻ MLA ആയ KV കുഞ്ഞിരാമനും മറ്റ് സഖാക്കളും കുറ്റാരോപിതരായ ഇവർക്ക് കുറ്റം ചാർത്തപ്പെട്ട വാർത്ത, ഇവർ കുറ്റക്കാരാണ് എന്ന് കോടതി വിധിച്ച വാർത്ത മൂടി വെക്കാൻ വേണ്ടിയിട്ട് ഇവർ ഇന്നലത്തെ പഴകിയ വാർത്ത ജീവനൊടുക്കി DC ഉളുപ്പില്ലേ ഈ പത്രം ചെയ്യുന്ന ആൾക്കാർക്ക് ചോദിക്കാറുണ്ട്. ഈ പത്രം ചെയ്യുന്നവർക്ക് ഉളുപ്പുണ്ടോ ഇല്ല എന്നുള്ളത് ഇവർക്ക് ശമ്പളം കിട്ടുന്നുണ്ട് അത്യാവശ്യം, അതുകൊണ്ട് ഇവരെന്ത് തെമ്മാടിത്തും ചെയ്യും. പക്ഷെ ഈ പത്രം, ഞാനിപ്പോ ഈ പത്രം പൈസ കൊടുത്ത് വാങ്ങിയത് ഈ പത്രം അവലോകനം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ പത്രമൊക്കെ വാർത്ത അറിയാൻ വേണ്ടി വാങ്ങുന്ന കുറെ മന്ദബുദ്ധികൾ നമ്മുടെ നാട്ടിലുണ്ടല്ലോ. ഇവര് വായിക്കുന്ന വാർത്തയാണ് ഇന്ന്. ജീവനൊടുക്കി DCC ട്രഷറർ മകനും ഇന്നലെ ചരമ പേജിൽ കൊടുത്ത ആ വാർത്ത. കോഴ വാങ്ങി കൊന്നു. ഇതൊക്കെ ഇന്നത്തെ വാർത്തയിലുണ്ട്. അത് ഇന്നൊന്ന് വൈകാരികമായി ഒരു പ്രത്യാക്രമണം നടത്താൻ, അതായത് കോൺഗ്രസുകാരെ അങ്ങോട്ടേക്ക് ആക്രമിക്കാൻ വേണ്ടിയിട്ട് ഇന്നത്തെ പഴകിപ്പൊളിച്ച വാർത്ത എടുത്തിട്ട് കോഴ വാങ്ങി കൊന്നു എന്നിട്ട് പറയുന്നു. ഇന്നത്തെ പറഞ്ഞ വാർത്ത തന്നെ ഒന്നുകൂടി പൊടിപ്പും തൊങ്ങലൊക്കെ വെച്ചിട്ട് കോഴ വാങ്ങി ആരോപണം ഉണ്ടായിരുന്നൊക്കെ വീണ്ടും പറഞ്ഞിട്ട് IC ബാലകൃഷ്ണനെതിരെ സംശയമുന നീളുന്നു. IC ബാലകൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ നേരത്തെ തന്നെ ഇതൊക്കെ അന്വേഷിച്ച് ഇതിലൊന്നും വലിയ കാര്യമില്ലാത്ത കാര്യമാണ് എന്ന് പറയുന്ന കാര്യം. ഇനി ഇതൊക്കെ പോട്ടെ, നമ്മുടെ വാർത്ത ഇവിടെ ചെറുതായിട്ടുണ്ട്. പെരിയ കേസിൽ അതെങ്ങനെ വാർത്ത കൊടുത്തു അറിയോ? ഇതൊക്കെ സമ്മതിക്കണം കേട്ടോ, ഇങ്ങനെ വാർത്ത തയ്യാറാക്കുന്ന ആൾക്കാരെ. പെരിയ കേസ് പ്രതി ചേർത്ത 10-9 പേർ ഇതിലെ ഡെക്ക് ഇങ്ങനെയാണ്. CBIയുടെ ഗൂഢാലോചനാവാദം പൊളിഞ്ഞു. ഗൂഢാലോചനാവാദം പൊളിഞ്ഞു എന്നിട്ട് പറഞ്ഞു പെരിയ കേസ് പ്രതി ചേർത്ത 10
കാണാത്തവർക്ക് വേണ്ടിയിട്ട് ശരിക്കും കാണണം. പെരിയ കേസ് പ്രതി ചേർത്ത 10ൽ 9 പേർക്കും കൊലപാതകത്തിൽ പങ്കില്ല. ദേശാഭിമാനി പറയാണ് 10ൽ 9 പേർക്കും, അതായത് CBI വന്നിട്ട് പ്രതി ചേർത്ത 10ൽ 9 പേർക്കും കൊലപാതകത്തിൽ പങ്കില്ല. അതാണ് ഇവർക്ക് കണ്ടെത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് 14 പേരെ, ഈ 2 ചെറുപ്പക്കാരെ അലുങ്കൊല ചെയ്ത 14 പേരെ കുറ്റക്കാർ എന്ന് വിധിച്ച വിധിയല്ല ഇവർക്ക് കാര്യം. CBI കൊണ്ടുവന്ന പ്രതി ചേർത്ത 10ൽ 9 പേർക്കും കൊലപാതകത്തിൽ പങ്കില്ലത്രേ. പിന്നെ താരാട്ട് പാടിയതിന് ആയിരിക്കണം ഇവരെയൊക്കെ കുറ്റം ചാർത്തിയത് അല്ലേ. ഇതാ വാർത്ത കൂടി വാർത്ത വായിച്ചാൽ നമുക്ക് ചിരി വരും. വാർത്ത ഒന്ന് ജസ്റ്റ് നോക്കാം. ഉന്നത CPM നേതാക്കൾ ഗൂഢാലോചന നടത്തിയാണ് പെരിയയിൽ ഇരട്ടക്കൊല നടത്തിയത് എന്ന CBIയുടെ വാദം തള്ളി കോടതി വിധി. അതാണ് അത്ര ഇന്നലത്തെ കോടതി വിധിയിൽ ഏറ്റവും പ്രധാനം അതായിരുന്നു അത്രേ. ഏത് CPM നേതാക്കൾ ഗൂഢാലോചന നടത്തിയാണ് പെരിയയിൽ ഇരട്ടക്കൊല നടത്തിയത് എന്ന CBIയുടെ വാദം കോടതി തള്ളി. ഗൂഢാലോചന നടത്തിയെന്ന് കാട്ടി CBI പ്രത്യേകമായി പ്രതി ചേർത്ത 10ൽ 9 പേർക്കും ഗൂഢാലോചനയിലോ കൊലപാതകത്തിലോ നേരിട്ട് പങ്കില്ലെന്ന് പ്രത്യേക CBI കോടതി വിധിച്ചു. നേരിട്ട് പങ്കില്ല. ഇവർക്കെതിരെ വേറെ കുറ്റമൊക്കെ ചുമത്തിയിട്ടുണ്ട്, അതൊന്നും ഇവർക്ക് പ്രശ്നമല്ല. പിന്നെ ഇതിൽ 6 പേരെ പൂർണ്ണമായും കുറ്റവിമുക്തരാക്കി. ശരിക്ക് ഈ 6 പേരെ CBI പ്രതി ചേർത്ത 10 പേരിൽ 6 പേരെ വിട്ടയച്ചു. 4 പേരെയാണ് കുറ്റം ചാർത്തിയത്. എന്നിട്ട് 20ാം പ്രതി KV കുഞ്ഞിരാമൻ, 21ാം പ്രതി രാഘവൻ വെളുത്തോളി, 22ാം പ്രതി KV ഭാസ്കരൻ എന്നിവർക്കെതിരെയുള്ളത് പോലീസിന്റെ ജോലിക്ക് തടസ്സം നിന്നുവെന്ന കേസ് മാത്രം. ഇവർക്ക് ഉടൻ ജാമ്യവും ലഭിച്ചു. പോലീസിന്റെ പോലീസിന്റെ ജോലിക്ക് തടസ്സം നിന്നു എന്നാണ് കേസ്. അതായത് മുൻ MLA KV കുഞ്ഞിരാമനും മറ്റ് CPM നേതാക്കൾക്കൊക്കെ എതിരെയുള്ള കേസ് എന്ന് പറയുന്നത് പോലീസിന്റെ ജോലിക്ക് തടസ്സം നിന്നു. പോലീസിന്റെ ജോലിക്ക് ഇവര് തടസ്സം നിന്നു അത്രേ. എന്താണെന്നറിയോ തടസ്സം? അതായത് കൊലപാതകികളെ പോലീസ് പിടിച്ചപ്പോ പോലീസ് കസ്റ്റഡിയിൽ നിന്ന് കൊലപാതകികളെ പിടിച്ചിറക്കി കൊണ്ടുവന്നു എന്ന് പറയുന്ന നീതിന്യായ വ്യവസ്ഥക്കെതിരെ ഈ പറയുന്ന KV കുഞ്ഞിരാമനും മറ്റ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയും CPM സഖാക്കൾ ചെയ്ത തോന്നിവാസം ഉണ്ടല്ലോ. ഇതിനാണ് പോലീസിന്റെ പ്രവൃത്തിക്ക് തടസ്സമുണ്ടാക്കി എന്ന് പറഞ്ഞാൽ പോലീസ് ഇങ്ങനെ വരുമ്പോൾ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ ഒഴിഞ്ഞു കൊടുത്തില്ല, അവരുടെ പ്രവൃത്തിക്ക് ചെറിയൊരു തടസ്സം ഉണ്ടാക്കി എന്നാണ് ദേശാഭിമാനി പറയുന്നത്. പ്രതികളെ പോലീസിന്റെ കസ്റ്റഡിയിൽ നിന്ന് ഇറക്കിക്കൊണ്ടുവന്ന ഈ തോന്നിവാസത്തിനെയാണ് ദേശാഭിമാനി പറയുന്നത് പോലീസിന്റെ പ്രവൃത്തിക്ക് ചെറിയ ഒരു തടസ്സം ഉണ്ടാക്കിയുള്ളൂ. അതിനാണ് ഞങ്ങളുടെ നേതാക്കന്മാരെ പിടിച്ചത്. CBI കെട്ടിച്ചമച്ച രേഖകളാണ് സെക്ഷൻ 225 പ്രകാരം ഇവർക്കെതിരെ കോടതിയിൽ ഹാജരാക്കിയത് എന്ന വാദവുമുണ്ട്. ഇതൊക്കെ CBI കെട്ടിച്ചമച്ചതാണത്രേ. പോലീസിന്റെ ജോലി തടസ്സപ്പെടുത്തിയെങ്കിൽ പ്രത്യേക FIR തയ്യാറാക്കണം. അതുണ്ടായില്ല. അന്നത്തെ GD രേഖകളിലും പോലീസിനെ തടഞ്ഞതായി പറയുന്നില്ല. അതായത് അന്നത്തെ GD രേഖകളിൽ പോലീസിനെ തടഞ്ഞതായി പറയുന്നില്ല. അതായത് ലോക്കൽ പോലീസും ക്രൈംബ്രാഞ്ചും ഒഴിവാക്കി വിട്ടതാണ്. ക്രൈംബ്രാഞ്ചും ലോക്കൽ പോലീസും ഒഴിവാക്കി വിട്ടു. ഈ പറയുന്ന മുൻ MLA KV കുഞ്ഞിരാമനും സഖാക്കളും ഈ കൊലപാതകികളെ ഇറക്കിക്കൊണ്ടുവന്ന കാര്യം ക്രൈംബ്രാഞ്ച് ഇവരെ പ്രതി ചേർത്തില്ല. അതാണ് CBI വന്ന് പ്രതി ചേർക്കുകയും ഇവർക്കെതിരെ കുറ്റം ചുമത്തുകയും ചെയ്തത്. എന്നിട്ട് പറയാണ് ഞങ്ങളെ പോലീസ് ഒന്നും ചെയ്യാത്ത കാര്യമാണ്. ഞങ്ങളെ പോലീസ് ഒന്നും ചെയ്തിട്ടില്ല, അവസാനം CBI വന്നിട്ടാണ് ചെയ്തത്. ഇതാണ് ദേശാഭിമാനിയുടെ മഹത്തായ പത്രപ്രവർത്തനം. കള്ളവാർത്തകൾ ഇങ്ങനെ കൊടുത്ത് എത്ര കാലമാണ് സഖാക്കളെ നിങ്ങൾക്ക് ഇങ്ങനെ ഈ അരുങ്കൊലകൾ ചെയ്തിട്ട് ഇങ്ങനെ കൊലച്ചിരി ചിരിക്കാൻ? കഴിഞ്ഞ ചർച്ചയിൽ ആ യൂത്ത് കോൺഗ്രസ് നേതാവ് പറഞ്ഞ പോലെ എങ്ങനെ നിങ്ങൾക്ക് മനസ്സാക്ഷിയില്ലാതെ, അങ്ങനെ ഒരു സാധനം വേണ്ടേ മനസ്സാക്ഷി? നമുക്ക് 2 ഇൻകിലാബ് വിളിച്ചിട്ട് നിർത്താതെ തോന്നുന്നു. ദേശാഭിമാനി നേരറിയാൻ ദേശാഭിമാനി വായിക്കണം. നിങ്ങൾക്ക് നേരറിയാം. നേരത്തെ ഞാൻ കാണിച്ച മറ്റു പത്രങ്ങളൊന്നും വായിക്കരുത്. ഇത് വായിച്ചു കഴിഞ്ഞാൽ നേരറിയാം എന്ന് പറഞ്ഞാൽ CBI വന്നു, CBI തോറ്റ് പിന്മാറി എന്നാണ് വാർത്ത കൊടുത്തിരിക്കുന്നത്. തൽക്കാലം ഇത്ര മാത്രം. ഓക്കെ, എല്ലാവർക്കും നന്ദി, നമസ്കാരം.